ഹായ്, ഞാനൊരു വീഡിയോ അങ്ങ് കാണിച്ചു തരാം, കണ്ടു നോക്കി. ഓക്കെ, എനിക്ക് കുറച്ച് വെള്ളം തരും കുടിക്കാൻ. ഇവിടെ ഉള്ളവരൊക്കെ മക്കളൊക്കെ ഉപയോഗിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണോ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാരും? ചേച്ചി അപ്പോ എനിക്കെല്ലാരും ഉണ്ട്. ആ ശരി ശരി ശരി. അപ്പൊ ഇവിടെ എങ്ങനെ? എനിക്കൊരു മോനുണ്ട്, ഒരു മോനുണ്ട്. ആ ശരി ശരി. മോന് വെള്ളത്തിന്റെ ഓഫീസില്ലേ, വാട്ടർ അതോറിറ്റിയിലെ. മോള് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ. എല്ലാരും നല്ല നിലയിലാണ്. രണ്ടാക്കും വീടായി, മക്കൾക്ക് മക്കളായി. അമ്മു, കണ്ണൻ, അപ്പു നല്ല മക്കളാണ്. സ്കൂളിൽ പഠിക്കുക രണ്ടാളും. ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കായപ്പോല്ലേ അവർക്ക് പേടിയാ, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ. നല്ല മക്കളാണ്, അവർക്ക് പേടിയായപ്പോ അവർക്ക് പേടിയായിട്ടാ. എന്നിട്ട് ഇവിടെ ആവുമ്പോ എനിക്ക് കുറെ കൂട്ടിന് കുറെ ആളൊക്കെ ഉണ്ടല്ലേ. മോനും ഇല്ലേക്കിപ്പോ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, രണ്ടാൾക്കും ഗവൺമെന്റ് ജോലി, മകക്കും മകനും. നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് എന്താ വെച്ചാൽ ഇതൊന്നും ശ്രദ്ധിക്കൂല. മക്കള് തള്ളാരെ നോക്കണ്ടോ തന്താരെ നോക്കണ്ടോ എന്നൊന്നും ഓൾക്ക് അതിനൊന്നും സമയമല്ല. വലിയ ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാല് ഈ പെറ്റുണ്ടാക്കിയ തള്ളനെയും തന്തനൊക്കെ ഒഴിവാക്കണ മക്കളോട് എനിക്ക് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണേ ആലോചിച്ച് നോക്കിയാണ്. നിങ്ങളൊക്കെ മനസ്സെന്താണ്? നിങ്ങളൊക്കെ ഗവൺമെന്റ് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ട് നിങ്ങൾക്ക്. ഒരു അവകാശമല്ല നിങ്ങൾക്ക്. അമ്മ എന്നിട്ടും പറയണ നോക്കി, ലാസ്റ്റ് വിങ്ങിപ്പൊട്ടുണ്ടല്ലോ. നിങ്ങളൊക്കെ ദുനിയാവുന്നതൊക്കെ വാങ്ങിയിട്ട് നിങ്ങളൊക്കെ തിരിച്ചു പോവുള്ളൂ. എത്ര എന്നാലും പെറ്റ തള്ളല്ലേ ഞന്മാരെ, ഒരു സ്ത്രീയല്ലേ, അതിന്റെ ഒരു പരിഗണന കാണിച്ചൂടെ? വല്ലാത്ത കഷ്ടമുണ്ട്. ഇങ്ങനത്തെ മക്കളുണ്ടപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ആരെങ്കിലും ചെയ്യതൊക്കെ ഇല്ല, കഞ്ഞിമ്പള്ളം എന്തിലൊക്കെ കൊടുത്തായിട്ടുള്ള ഇരുന്നോട്ടെ എങ്ങന്മാരെ. എന്തിനാ അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കണ നിങ്ങള്? വൃത്തിയട്ട മനുഷ്യന്മാര്. നിങ്ങൾ ആലോചിക്കുകയാണ്. ഇല്ല കഞ്ഞിമ്പള്ളം നമ്മൾ കുടിക്കില്ലേ, അതിന് കുറച്ച് വെള്ളം നമ്മൾ കുടിക്കണതിന്റെ ആ സാധനം കൊടുത്താൽ പോരെ? ആ കൊടുത്തായിട്ടുള്ള അടങ്ങിയിരുന്നോളൂ. പിന്നെ വയസ്സാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, വയസ്സായ ആൾക്കാരല്ലേ. അങ്ങനെ വിചാരിച്ചാ പോലെ. എന്തിനാ നിങ്ങൾ അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കണേ? രണ്ട് മക്കൾക്കും ജോലി, പേരക്കുട്ടികള്, വീട് രണ്ടാക്കുമായി. നിങ്ങൾ ആലോചിക്കുകയാണ് എന്ത് മക്കളായിട്ടുള്ളൊക്കെ. അല്ലെങ്കിൽ നിങ്ങളെന്താ വെച്ചാല് ജീവിതത്തിൽ നിങ്ങളെ ചെറുപ്പത്തിൽ നോക്കാണ്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ. ഈ അമ്മ അതൊന്നും പറയില്ല. അങ്ങനെ അമ്മ പോയിണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ ജോലി കിട്ടൂല. അത്രയും അമ്മ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയത്, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട്. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഇത് കാണുമ്പോ എന്താ വെച്ചാല് വിഷമാവും.